ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. എവിടെ പോയി? ലൈബ്രറിയിലും ആരെയും കാണാനില്ലല്ലോ, ഗ്രൗണ്ടിലും ആരുമില്ലല്ലോ. ഒരുപക്ഷെ അവിടെ കാണുമായിരിക്കും. ചേടാ, ലൈബ്രറിയിലുമില്ല, ക്ലാസ് റൂമിലുമില്ല, ഗ്രൗണ്ടിലും ഒരു സ്റ്റുഡൻസും ഇല്ലെങ്കിൽ, ഇനിയിപ്പോ ക്യാൻറ്റീനിലും ആരുമില്ലെങ്കിൽ, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്, ക്യാൻറ്റീൻ എല്ലാം എംപ്റ്റി ആണ്. നമ്മുടെ എല്ലാ സ്റ്റുഡൻസും എങ്ങോട്ടാ പോയത്? എവിടെ പോയി? സ്റ്റുഡൻസോ? സാർ, നിങ്ങൾ പുതിയതായിട്ട് ഹോസ്റ്റലിൽ TV സെറ്റ് ചെയ്തില്ലേ? അതുമുതൽ കുട്ടികൾ പഠിക്കുന്നത്, കളിക്കുന്നത്, കഴിക്കുന്നത് അതെല്ലാം മറന്നുപോയി സാർ. വരൂ സാർ, വരണം സാർ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരണം, വരൂ വരൂ. ഈ മാച്ചിൽ ആര് ജയിച്ചാലും നിങ്ങൾ മാത്രം തോറ്റുപോകും സാർ. നിങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പൊ നിങ്ങളുടെ കൺട്രോളിൽ അല്ല സാർ. കണ്ടില്ലേ? മാധവോ, ഈ റിമോട്ട് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പറ്റില്ല, അതിങ്ങ് താടാ, ഇങ്ങോട്ട് താടാ. റിമോട്ട് എന്റെ കയ്യിൽ ഇരുന്നാ മതി. ഞാൻ അപ്പോഴേ പറയാറുണ്ടായിരുന്നു, കൂട്ടുകെട്ടെന്ന് പറഞ്ഞ ഗോപാലിനെയും മാധവനെയും പോലെ ആയിരിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ഇന്നിത് കാണുമ്പോ ഒരു TV കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് തകരുന്നതായിട്ടാണ് കാണുന്നത്. പാടില്ല, ഇത് ഞാൻ ചെയ്ത തെറ്റാണ്. അത് ഞാൻ തന്നെ ശരിയാക്കും. ഇന്ന് വരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അതിന്ന് ആ TV ചെയ്തിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സാറിന് ഗോപാൽ പിന്നെ മാധവന്റെ ശരിക്കുള്ള മുഖം കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയെടുക്കുക. TV അടച്ചു വെക്കൂ. ഹോസ്റ്റലിൽ TV വന്ന നിമിഷം മുതൽ എല്ലാവരും പഠിക്കുന്നതും കളിക്കുന്നതും ആഹാരം കഴിക്കുന്നതും പോലും മറന്നിരിക്കുന്നു. മാത്രവുമല്ല, ഈ TV കാരണം മാധവും ഗോപാലും പോലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പോലും തമ്മിൽ വഴക്കിടുകയാണ്. ഇന്ന് ഈ ദിവസത്തിന് ശേഷം ഹോസ്റ്റലിലെ TV ആരും ഓൺ ചെയ്യരുത്. പിന്നെ പപ്പി, ഇക്കാര്യം നീയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നു മുതൽ ഈ ഹോസ്റ്റലിൽ ഏതൊരു കുട്ടിയും TV കാണാനേ പാടില്ല. സാർ, ഞാൻ ഇവിടെ ഉള്ളത് വരെ ഈ ഹോസ്റ്റലിൽ ഒരു ഈച്ച പോലും TV കാണില്ല സാർ. ശരി, ഓക്കെ. ഇനി നിന്റെ ജോലി പോയി നോക്ക്. ഓക്കെ സാർ. വാടാ, എല്ലാം ഇവിടെ നിന്ന് പുറത്ത് പോ. സാർ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് കേട്ടില്ലേ? എന്താടാ, ഒറ്റയടിക്ക് നിങ്ങൾ 5 പേര് മാച്ചിൽ നിന്ന് പുറത്താക്കിയില്ലേ? എന്താടാ, എങ്ങനെയുണ്ട് ഈ പാപ്പിയുടെ ഗൂഗിളി? ഗോപാലും മാധവനും തീർച്ചയായിട്ടും ക്രിക്കറ്റ് മാച്ച് കാണാൻ ഇവിടെ എത്തും. പക്ഷെ അവന്മാർക്ക് അത് കാണാൻ പറ്റില്ല. കാരണം അതിനു മുമ്പ് ഞാൻ കയറി അവന്മാരെ പിടിച്ചു കളയും, പിടികൂടും. ആഹാ, തീർച്ചയായിട്ടും അവന്മാരെ ഞാൻ പിടിക്കും. നോക്കിക്കോ. ഗോപു, ഇത് ഇന്ത്യയുടെ ഫൈനൽ മാച്ചാടാ. തീർച്ചയായും കണ്ടേ പറ്റൂ. ഇന്ന് നമ്മൾ ഈ മാച്ച് കാണുന്ന കാര്യത്തിൽ നമ്മളെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. നീ ഇവിടെ എന്തെടുക്കാനാടാ വന്നിരിക്കുന്നത്? നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അത് തന്നെയാടാ ഞാനും വന്നത്. നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കാതെ പെട്ടെന്ന് എങ്ങനെ TV കാണാൻ വഴി നോക്ക്. സൂക്ഷിക്കണം, ആരും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ പാടില്ല. ഒരക്ഷരം മിണ്ടാതെ എല്ലാവരും മാച്ച് കണ്ടുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? ഇത് ലക്ഷ്മണന്റെ തുമ്മലാണല്ലോ. ഉറുമ്പിന് പഞ്ചസാരയിൽ നിന്നും മാറി നിൽക്കാൻ പറ്റോടാ? എനിക്കറിയാവടാ. നിങ്ങൾ തീർച്ചയായിട്ടും TV കാണാൻ തിരിച്ചെത്തുമ്പോ എനിക്കറിയാം. ഞാൻ ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ സാറിന്റെ അടുത്ത് ചെന്ന് നിങ്ങൾ എല്ലാവരെയും കംപ്ലൈന്റ് ചെയ്യാൻ പോവാ.
എടാ ലക്ഷ്മണ, നിനക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ പപ്പിയെ പോലെ തന്നെ ഉണ്ട് അല്ലേ? ഏതാണ്ട് same. എടാ ഗോപു, നീ പറഞ്ഞു ശരിയാ. മുഖത്തിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. ഇവന്റെ ബാറ്റിംഗ് സ്റ്റൈല് കാണുമ്പോ പപ്പിയുടെ ബാറ്റിംഗ് സ്റ്റൈല് പോലെ തന്നെ ഉണ്ടെന്നേ. ടു ഗുഡ്. ആണോ? എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. ഷെടാ, ഇതെന്താടാ ഇത്? ഞാൻ ഇവനെക്കാളും നല്ലോണം ബാറ്റിംഗ് ചെയ്യാറുണ്ട്. നിനക്കറിയോ, ഞാൻ കോളേജ് ടീമിൽ ബാറ്റിംഗ് ചെയ്യാൻ വരുമ്പോൾ എല്ലാ ഫീൽഡേഴ്സും ഗ്രൗണ്ടിന്റെ പുറത്താണ് നിൽക്കാറ്. അല്ല, അതെന്തിനാ? പാപ്പു വന്ന് ബാറ്റിംഗ് ചെയ്താല് സിക്സിന്റെ മഴയായിരിക്കും. സിക്സ് മഴ. എല്ലാ ബോൾസും നേരെ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് പോവടാ. കലക്കി പപ്പി, നീ ശരിക്കും ജീനിയസ് ആണ് കേട്ടോ. എടാ, ജീനിയസ് മാത്രമല്ല, ടീനിയസ് ആണ്. ഗിന്നസ് റെക്കോർഡിലും എന്റെ പേര് വരേണ്ടതായിരുന്നു. പട്ടുവർദ്ധൻ സാർ മാത്രം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കില് അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. നമ്മുടെ പപ്പി ഇതേ അടിച്ചിരിക്കുന്ന സൂപ്പർ സിക്സർ. പപ്പിയുടെ സൂപ്പർ സ്ക്വയർ കാർഡ് നേരെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞു. TV ഇപ്പോൾ ഓഫാക്കി വെച്ചിരിക്കുകയാണല്ലോ. പിന്നെയും കുട്ടികൾ എവിടെ പോയി? എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഞാനേ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാ. പപ്പി, പപ്പി, നിന്നോട് ഞാൻ കുട്ടികളെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഒരു കുട്ടി പോലും TV കാണരുതെന്നല്ലേ പറഞ്ഞത്? പക്ഷേ നീ മാത്രം ഇവിടെ വന്ന് TV കണ്ട് രസിക്കുകയാണല്ലേ? സാറേ, ഞാനല്ല, ആ ഗോപാലും മാധവനാണ് മാച്ച് കണ്ടോണ്ടിരുന്നത്. ഞാൻ അവന്മാരെ പിടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. കള്ളം പറയരുത്, മിണ്ടിപ്പോകരുത്. ഈ റൂമിൽ നീയല്ലാതെ വേറൊരാളുമില്ല. എന്റെ ഇന്റലിജൻസ് ആയ സ്റ്റുഡൻസിന്റെ പേര് നീ നശിപ്പിക്കരുത്. ഒരു പ്രാവശ്യം കൂടി നീ ഇങ്ങനെ TV കാണുന്നത് ഞാൻ കണ്ടുപിടിച്ചാൽ എല്ലാറ്റിലും ആദ്യമായി നിന്നെ ഈ സ്കൂളിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്യും, പറഞ്ഞേക്കാം. യൂസ്ലെസ് ഫെലോ. ഇനി ഞാൻ നോക്കട്ടെ ഇവന്മാരെങ്ങനെ എന്റെ കണ്ണ് വെട്ടിച്ച് പോകുന്നെന്ന് നോക്കട്ടെ. ഇന്ന് എന്തൊക്കെയായാലും ഞാൻ കണ്ണടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ഉറക്കം എന്റെ കണ്ണിന്റെ അടുത്തേക്ക് പോലും വരരുത്. വരാൻ സമ്മതിക്കില്ല ഞാൻ. ഗോപു, ഇപ്പൊ മാച്ചിന്റെ സെക്കൻഡ് ഇന്നിംഗ്സ് തുടങ്ങി കാണുവാടാ. എന്താ ചെയ്യുക? നമ്മളത് എപ്പോഴാ കാണാൻ പോകുന്നേ? നമുക്ക് ടിവിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, പക്ഷേ ടിവിക്ക് നമ്മുടെ അടുത്തേക്ക് വരാലോ. Hey, what a shot! Great shot! Yay, six! Yay! What a six! എടാ ലക്ഷ്മണ, ഈ TV എങ്ങനെ വിൻഡോയുടെ നേർക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത്? ഗോപു, ഇവിടെ ഭൂതമില്ല പ്രേതമില്ല. നിക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഇപ്പൊ ഭൂതമായാലും മനുഷ്യനായാലും ഞാൻ പോയി കണ്ടുപിടിക്കാം. അത് ശരി, ഇത് മനുഷ്യനല്ല, മങ്കിയാ. ഗോപു, ആ മങ്കീന്റെ പേര് മാധവൻ എന്നാ. എന്ത് മാധവനോ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല എന്റെ റൂമിനകത്ത് കയറി വരുമായിരുന്നടാ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ TV കൊണ്ടുവന്ന് നിന്റെ റൂമിന്റെ അകത്ത് വെക്കോടാ. എത്ര ധൈര്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കേക്ക്, അതങ്ങ് വിട്ടേക്ക്. നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ മാച്ച് കണ്ടാലോ? ശരി ശരി ശരി. ഞാൻ ഒരുപാട് നേരം ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നത്. ഇത്രയും സമയത്തിനകം ഗോപാലും മാധവനും 4 പ്രാവശ്യമെങ്കിലും ഗുലുമാലും ഒപ്പിക്കുമായിരുന്നോ? എന്തിനൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഇന്നെന്താ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത്? അല്ല, ഇതെന്താ ഇപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഭയങ്കര ചൂട് തോന്നുന്നല്ലോ. അപ്പൊ ഫാൻ ഇട്ടേക്കാം. കൊള്ളാം. ആഹാ, ഇപ്പൊ ഓക്കെ. എന്റെ അമ്മച്ചേ, എല്ലാം തെറ്റിപ്പോയി. TV എങ്ങനെയാ ഡബ്ബയായി മാറിയത്? എവിടെ പോയി? ടിവിന്റെ സൗണ്ടും ക്രിക്കറ്റ് സൗണ്ടും ഗോപാലിന്റെ റൂമിൽ നിന്നാണല്ലോ വരുന്നത്. പ്രിൻസിപ്പൽ സാർ, ഗോപാൽ, വാതിൽ തുറക്ക്. ഓ നോ, പ്രിൻസിപ്പൽ സാർ വന്നിട്ടുണ്ട്. മാധവ, നീ വേഗം TV എടുത്തോണ്ട് വിൻഡോ വഴി എസ്കേപ്പ് ആവ്. ഗോ. എന്തിനാടാ ഞാൻ എന്തിനാ പോകുന്നത്? നീ വേണമെങ്കിൽ TV എടുത്തിട്ട് പോയിക്കണം. പോടാ, ചെല്ലടാ. ഈ പ്രാന്തനുണ്ടല്ലോ, അവന്റെ ബ്രെയിന് അവന്റെ റൂമിൽ തന്നെ ഊരി വെച്ചിട്ടാ വന്നിരിക്കാന്നാ തോന്നുന്നത്. എടാ, ഇത് എന്റെ റൂമാടാ. അതുകൊണ്ട് ഞാനും ലക്ഷ്മണനും ഇവിടെ തന്നെ ഉണ്ടാവണം. ഓ, ഓക്കെ, ശരി, മനസ്സിലായി. ഗോപാൽ, വാതിൽ തുറക്കാൻ ഇത്രയും താമസിച്ചത് എന്തിനാ? അത് പിന്നെ സാർ, ഞങ്ങൾ റൂം ക്ലീൻ
ചെയ്യാൻ? TV ഇവിടെ തന്നെ ഉണ്ട് സാർ. ഞാനിപ്പോ തന്നെ കണ്ടുപിടിച്ച് പറയാം. ഇതിനകത്തുണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണും. ബെഡിന്റെ അടിയിലുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന TV എവിടെ പോയി സാർ? പേയ്, അത് ടിവിയാണ്, കോക്രോച്ച് അല്ല. ടിവി ടേബിളിന്റെ മുകളിൽ ഉണ്ടാവും, ബെഡിന്റെ അടിയിൽ ആരും വെക്കില്ല. സാറേ ടി വി എങ്ങനെ സാറേ ഇവിടെ വരുന്നത്? ടി വി ആ കോമൺ റൂമിലല്ലേ ഉള്ളത് സാർ? എങ്കിൽ അവിടെ പോയി നോക്കാം. കോമൺ റൂമിലോ? അമ്മച്ചേ, ഡബ്ബ വീണ്ടും TV ആയി മാറിയെന്നോ? കണ്ടോ സാറേ, ടി വി ഇതേ ഇവിടെ തന്നെ ഉണ്ട്. എടാ പപ്പി, നീ ആവശ്യമില്ലാതെ എന്റെ ഇന്റലിജൻസ് കുട്ടികളെ സംശയിക്കുകയാണ്. വീണ്ടും എന്റെ ടൈം ഇതുപോലെ വേസ്റ്റ് ചെയ്താലുണ്ടല്ലോ, നിന്നെ ഞാൻ അടിച്ച് പുറത്താക്കും ഈ സ്കൂളിൽ നിന്ന്. ഈ TV എങ്ങനെ ഇവിടെ പെട്ടെന്ന് തിരിച്ചു വന്നതാ? പ്രിൻസിപ്പൽ സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതിന് താങ്ക് യു പറഞ്ഞല്ലേ പറ്റു ഗോപു. പറടാ താങ്ക് യു പറടാ. എന്റെ റൂമിൽ വന്ന് ടി വി കണ്ടതിന് താങ്ക് യു നീ പറഞ്ഞല്ലേ പറ്റൂ മാധവാ. ജീവന്മാരെന്താ ഇത് താങ്ക് യു പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇത് കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നത്. ഇപ്പൊ മാച്ചിന്റെ ഫൈനൽ ഓവേഴ്സ് നടക്കുകയായിരിക്കും. മാച്ച് കാണാൻ നമുക്കൊന്നും യോഗം ഇല്ലെന്നാ തോന്നുന്നത്. ഐഡിയ. നമ്മൾ തീർച്ചയായിട്ടും മാച്ച് കാണും, നോക്കണം. മാധവ, ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മളെന്താ ഭൂതത്തിന്റെ മാച്ച് കാണാൻ പോവാണോ? ഭൂതോ? വിഷമിക്കല്ലേ ഗോപു, ഞാനുണ്ടല്ലോ. ഏതായാലും കറണ്ട് പോയത് വളരെ നന്നായി. ഇനി കുട്ടികൾ ആരും ക്രിക്കറ്റ് മാച്ച് കാണില്ല. പിന്നെ ഞാൻ സ്വൈരമായിട്ട് കിടന്നുറങ്ങാൻ പോവുക. രാത്രി എന്നാൽ ഇരുട്ടെന്നല്ലേ പറയുന്നത്? ഇവിടെ മാത്രം എന്താ പ്രകാശം കാണുന്നത്? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, പോയി നോക്കാം. പിടിച്ചോ, കണ്ണു പിടിച്ചോ. ഈ പ്രാവശ്യം ഞാൻ ഈ കാര്യം ചെന്ന് പാട്ടുവർദ്ധൻ സാറിന്റെ അടുത്ത് പോയി പറയോ. നിങ്ങൾ TV കാണുന്നുണ്ടെന്ന് പറയോ. ഒറ്റോരത്തിനും ഈ റൂമിൽ നിന്നും പുറത്തേക്ക് പോവില്ല. ശ്ശെടാ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് ഓഫ് ആയത്? ഈ ലൈറ്റ് ഒക്കെ ആരാ ഓഫ് ചെയ്തത്? കറണ്ട് വന്നോ? പക്ഷെ പിള്ളേർ എസ്കേപ്പ് ആയല്ലോ. എവിടെ പോയി? പപ്പി, പ്രിൻസിപ്പൽ സാർ, പപ്പി ദേ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ടി വി കാണാ, കണ്ടില്ലേ സാറേ? അല്ലല്ല, അങ്ങനെയല്ല സാർ. ഇവന്മാര് ചുമ്മാ പറയാ. ഒന്ന് ചുമ്മാതിരിക്കടാ. നീ മിണ്ടാതിരിക്കടാ പപ്പി. ഇനി ഒരക്ഷരം മിണ്ടി പോകരുത്. ഇപ്പൊ ഈ TV ഈ ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് പോകും. അതുപോലെ നിന്നെയും ഞാൻ ഈ സ്കൂളിൽ നിന്നും പുറത്താക്കാൻ പോവുകയാണ്. സാറേ, ദയവീത് എന്നോടൊന്ന് ക്ഷമിക്കണം സാറേ. ഒരുവിധം ആ പപ്പിയുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇത് കാരണം നമ്മളെ മാച്ച് മിസ് ചെയ്തല്ലോ.